അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില ശൂന്യതകളും പെട്ടെന്ന് എല്ലാ വഴികളും ഒരുപോലെ അടയുന്നത് പോലെ ജീവിതത്തിൽ ഗതിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ കർത്താവ് നിങ്ങളെ എന്തോ അവൻ്റെ പദ്ധതിക്ക് വേണ്ടി ടേൺ ചെയ്യിക്കാനുള്ള സമയമായി എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അതിനെ കാണണമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. കർത്താവിനോട് പറയുന്ന ആലോചന ഇതാണ്: ചില ശൂന്യതകൾ ദൈവം അനുവദിച്ചത് ടേൺ ചെയ്യേണ്ട സമയമായി. ചില വാതിലുകൾ ദൈവം അടച്ചു വെച്ചത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തേക്ക് തിരിയാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ശൂന്യതയ്ക്കകത്തുനിന്ന് ലഭിക്കേണ്ട റിക്കവറി അല്ലെങ്കിൽ ഒരു മടങ്ങി വരവ് അത്ഭുതകരമാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ ടേൺ ചെയ്യിക്കും. എപ്പോഴും നമ്മുടെ ശൂന്യതയ്ക്കകത്തുനിന്ന് ദൈവം നമ്മളെ തിരികെ കയറ്റുമ്പോൾ നമ്മൾ നേരത്തെ ആയിരുന്ന നിലവാരത്തിലേക്കല്ല ദൈവം നമ്മളെ കയറ്റുന്നത്. ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ദൈവികമായ ഒരു ഉയർച്ചയിലേക്കായിരിക്കും ദൈവം നമ്മളെ കയറ്റുന്നത്. ശാലോം സന്ദേശം ഇന്ന് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ഈ സന്ദേശം കേൾക്കണം. എല്ലാ ദിവസവും ഈ സന്ദേശം കേൾക്കണമെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തണം. അതിൻ്റെ ഓൾ എന്നമർത്തിയാൽ, പേഴ്സണലൈസ്ഡ് എന്ന ഭാഗത്ത് ഓൾ എന്നമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസംഗം അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളത് പ്രസംഗം കേൾക്കാൻ പറ്റും, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. എനിക്കറിയാം ഒത്തിരി പേര് എൻ്റെ പ്രസംഗങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നെ അറിയത്തില്ലാത്ത ഒരുപാട് പേര്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് കുറേ പേര് എത്തിച്ചു തരുന്നുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് ശക്തിയോടെ വ്യാപരിക്കും, അതിന് വിടുതലുണ്ടാകും. ആമേൻ. കർത്താവ് പറഞ്ഞ ആലോചന ഇതാണ്: ശീമോൻ പത്രോസും അവൻ്റെ സഹോദരന്മാരും ഗലീലക്കടലിൽ ഗന്നേസരത്ത് തടാകത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് ശൂന്യനായി നിൽക്കുമ്പോൾ, ശൂന്യമായ പടകും വലയുമായി നിൽക്കുമ്പോഴാണ് യേശു അവരുടെ അടുക്കിലേക്ക് വരുന്നത്. വല നിറച്ചു തരാം, പടക് നിറച്ചു തരാം എന്നുള്ളതായിരുന്നില്ല വാഗ്ദാനം. അല്പസമയത്തേക്ക് ആ പടകൊന്ന് വിട്ടുതരിക, എനിക്ക് മീൻ പിടിക്കാൻ വേണ്ടിയല്ല, അല്പം സംസാരിച്ചു തീർന്ന ശേഷം യേശു ശീമോനോട് പറഞ്ഞു, നീ മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലെ കാര്യം പറയുന്നത്. അപ്പോൾ പത്രോസിന്റെ മറുപടി: നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അപ്പോൾ ഇതിനിടയിലുള്ള എത്രയും സമയം കൊണ്ട് തന്നെ യേശുവിനെ പത്രോസിന് മനസ്സിലായി. അല്ല, ചില നാളുകൾക്ക് മുമ്പ് അന്ത്രയോസും പത്രോസും കൂടെ യേശു താമസിക്കുന്ന സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. യേശുവിനെ അങ്ങനെ അറിയാം, എന്നാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് അറിയില്ല. ഒടുവിൽ ശൂന്യമായ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൻ്റെ പടക നിറയുമാറ് അത്ഭുതമുണ്ടായി. വലിച്ചു കയറ്റാൻ പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ വലിയ അത്ഭുതങ്ങളുണ്ടായി. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് കർത്താവിന് കാൽക്കൽ വീഴുകയാണ്. പാപിയായ മനുഷ്യനാണ് ഞാൻ, എന്നെ വിട്ടു പോകണമേ. അവന് ജീവിതത്തിൽ കുറ്റബോധം ഉണ്ടായി, ഒരു സമർപ്പണം തോന്നി. യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, ഇപ്പോൾ ഞാൻ നിന്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. നീ ഇനി മനുഷ്യനെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. നിന്റെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ശ്രദ്ധിച്ച് കേട്ടെ. ജീവിതം ചേഞ്ച് ആക്കാൻ വേണ്ടിയാണ് ദൈവം അവൻ്റെ ജീവിതത്തിൽ ശൂന്യത വരുത്തിയത്. അല്ല, ശൂന്യത വന്നത്, അവിടെ യേശു വന്നത്, അവിടെ യേശുവിൻ്റെ ശബ്ദം കേട്ടത് അവൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ലൈഫ് ചേഞ്ചർ യേശു ക്രിസ്തുവാണ്. ആമേൻ. ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നൽകുന്ന സ്പീക്കർ യേശു ക്രിസ്തുവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച് അവൻ്റെ ശബ്ദങ്ങളും അവൻ്റെ വാക്കുകളും ഇന്നും ലോകത്തിലെ ജാതി മത ഭേദമന്യേ കോടിക്കണക്കിന് ജനങ്ങൾ ആ വചനങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയാണ്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വചനം ബൈബിളിൽ നിന്നാണ്, യേശുവിൽ നിന്നാണ് ജനങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. തീവ്രവാദവും സ്വജനപക്ഷപാതവും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ശത്രുക്കളായി കാണുന്നതും ഒക്കെയുള്ള പഠന സംവിധാനങ്ങളോ അല്ലെങ്കിൽ വിശ്വാസ സംഹിതകളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ സ്നേഹിക്കുവാൻ, ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകൾ അനേകരെ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ക്രൂരന്മാരായ മനുഷ്യരെയാണ് ഈ യേശുവിൻ്റെ വാക്കുകൾ സ്നേഹം കൊണ്ട്, സ്നേഹത്തിൻ്റെ ഭാഷ കൊണ്ട് അനേകരെ കീഴടക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ ലൈഫ് ചേഞ്ചർ യേശുവാണ്. ഹല്ലേലൂയ. ലോക ജനസംഖ്യയിലെ ഇന്ന് 1/3 ജനങ്ങൾ
ഈ യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി മാറുന്നതിൻ്റെ കാരണം അതുതന്നെയായിരുന്നു. ഇന്നും യേശു രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര കഠിന ഹൃദയന്മാരെയും, എത്ര അഡിക്റ്റായിപ്പോയ ആളുകളെയും, എത്ര പാപസ്വഭാവമുള്ളവരെയും കർത്താവ് യേശുക്രിസ്തു രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും യേശുക്രിസ്തു രൂപാന്തരം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ശൂന്യമായെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ജീവിതം പരാജയമായി പോയല്ലോ, കാലങ്ങളായി ഞാനിത് നേരിടുന്നതാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഈ ശൂന്യതയിൽ ദൈവം നിങ്ങളെ ടേൺ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ശൂന്യതയിൽ ദൈവം നിങ്ങളെ ആൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ വിപുലീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ഇന്നത്തെ പടക് ശൂന്യമാണ്. ആ പടക് ദൈവം നിറച്ചതുപോലെ നിങ്ങളുടെ പടകിൽ മനുഷ്യരെ നിറയ്ക്കും, ജനങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളൊരു ലീഡറാകും. യേശുക്രിസ്തു ഇത് പത്രോസിനോട് സംസാരിച്ച് ഞാൻ ഈ പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. ഭയപ്പെടേണ്ട, യേശു ശീമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന ഈ പത്രോസ് വീണ്ടും തിരിച്ച് തിബിരിയാസ് കടലിൻ്റെ അരികിലേക്ക് പോയി മീൻ പിടിക്കാനായി കടന്നു പോവുകയാണ്. വീണ്ടും അതേ അനുഭവം ഉണ്ടായി. ഒന്നും ലഭിച്ചില്ല. രാത്രിയിൽ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. യേശു വീണ്ടും മടങ്ങി വന്നിട്ട് അവനോട് പറയുകയാണ്, മീൻപിടുത്തത്തിന് പടകിൻ്റെ വലതുഭാഗത്ത് വല വീശിവിട്ടപ്പോൾ വലിയ മീൻകൂട്ടം 153 വലിയ മീനുകളെ പിടിച്ചു. വീണ്ടും ശിമോൻ പത്രോസ് തിരികെ വരുമ്പോൾ യേശു അവനോട് പറയുകയാണ്, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. ഇന്ന് ഞാൻ അതിന് നിന്നെ നിയോഗിക്കുകയാണ്. എന്താ നിയോഗം? ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ ആടുകളെ നീ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. ആമേൻ. ഹല്ലേലൂയ. അന്ന് മുതൽ പത്രോസ് മീൻപിടുത്തം നിർത്തി. മീൻപിടുത്തത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. മനുഷ്യനെ പിടിക്കുന്ന ഒരു അതോറിറ്റി യേശു അവന് നൽകി. അവനാണ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ആദ്യം പ്രസംഗിച്ചതും 3000 പേര് പത്രോസിൻ്റെ പ്രസംഗം കേട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് സഭ ആരംഭിക്കുന്നത്, ക്രിസ്തീയ സഭ ആരംഭിക്കുന്നു. യഹൂദാ മതത്തിൻ്റെ ബന്ധത്തിൽ കിടന്ന്, അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്തിനകത്ത് ജീവിച്ചിരുന്ന മനുഷ്യരായ 3000 പേര് യേശുക്രിസ്തുവിലേക്ക് തിരിയുവാനിടയായി. പുതിയ നിയമസഭയുടെ ആരംഭം പത്രോസിൻ്റെ ഒരു പ്രസംഗത്തിലൂടെ അവിടെ സ്ഥാപിച്ചു, അല്ലെങ്കിൽ സംഭവിച്ചു. എങ്ങനെയാണ്? അവൻ്റെ ലൈഫിനെ കർത്താവ് ചേഞ്ച് ചെയ്തു. സഹോദരങ്ങളെ, നിങ്ങൾ തള്ളിക്കളഞ്ഞ, ഇനി ഒരിക്കലും നന്നാകത്തില്ലെന്ന് പറയുന്ന വ്യക്തികളാകട്ടെ, അവരെ കൊണ്ടും ദൈവത്തിന് തൻ്റെ രാജ്യം പണിയുവാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. പത്രോസ് തന്നെ ലേഖനം എഴുതിയപ്പോൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഒന്നിനും കൊള്ളത്തില്ലാത്ത കല്ലുകളായ നിങ്ങളെ ജീവനുള്ള കല്ലാക്കി യേശുക്രിസ്തു എന്ന ജീവനുള്ള കല്ലിൻ്റെ കൂടെ വെച്ച് ദൈവത്തിൻ്റെ ആത്മീയഗ്രഹം പണിയുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയാണ്. അതിനുവേണ്ടി അന്ധകാരത്തിൽ കിടന്ന നിങ്ങളെ അത്ഭുത പ്രകാശമാക്കി വെച്ചു, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാക്കി, രാജകീയ പുരോഹിത വർഗമാക്കി, വിശുദ്ധ വംശമാക്കി, സ്വന്തം ജനമാക്കി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാമാണ്. നിങ്ങൾ നേരത്തെ ഒന്നുമല്ലായിരുന്നു, നിങ്ങൾ ജനമല്ലായിരുന്നു, ഇപ്പോൾ ദൈവത്തിൻ്റെതായി മാറി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ചേർത്ത് അവൻ നമ്മെ പണിയുകയാണ്. അതെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തും. ഹല്ലേലൂയ. രൂപാന്തരം വരുത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ നഷ്ടമായ പ്രതീക്ഷകളെ, നമ്മൾ ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത വലിയ പ്രതീക്ഷകളുടെ വലിയൊരു ലോകത്തിലേക്ക് ദൈവം നമ്മളെ തിരിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതം മടുത്തുപോയവരും, ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചവരും, ഇനി നിങ്ങൾ നന്നാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് പലരും ശപിച്ചവരോ ശാപമേറ്റവരോ ഒക്കെ ഉള്ളവരും, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ പറയാം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെന്ന് പറയുന്ന വിഷയത്തിൽ ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ദൈവികമായ പദ്ധതിയിലേക്ക് നിങ്ങളെ എഴുതിത്തള്ളിയവരുടെ നടുവിൽ നിങ്ങളൊരു അത്ഭുത വിഷയമാക്കി ദൈവം നിങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പത്രോസിനെ നിങ്ങൾ നോക്കിക്കേ. ആദ്യത്തെ ദിവസം പത്രോസ് പ്രസംഗിക്കുമ്പോൾ, അത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആരോടാണ് പ്രസംഗിച്ചെന്നറിയാമോ? യഹൂദന്മാരുടെ പണ്ഡിതന്മാരോടാണ്. ലോകരാജ്യങ്ങൾ കടന്ന ഭക്തന്മാരായ യഹൂദന്മാരോട് പത്രോസാണ് ആദ്യം പ്രസംഗിക്കുന്നത്. മീൻപിടുത്തക്കാരനായ ഒരു മനുഷ്യനെ പ്രസംഗിക്കാൻ ഏൽപ്പിക്കുകയാണ്. അവൻ പ്രസംഗിച്ചപ്പോൾ അവൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. അതിലൂടെ 1000 യേശുവിലേക്ക് തിരിഞ്ഞു. 3000 പേർ അന്ന് തന്നെ സ്നാനമേറ്റു. ഒരു വലിയ ദൈവപ്രവൃത്തിയായി മാറി. ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒരു വിഷയമില്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തെ നിങ്ങൾ ആരുടെ വിഷയമാണ് പ്രാർത്ഥിക്കുന്നത്? വഴങ്ങില്ലെന്ന് പറയുന്നുവോ?
ശരിയാകില്ലെന്ന് പറയുന്ന വിഷയമാണോ? കർത്താവിന് മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. അത് രോഗമാണോ? കീഴടങ്ങും, നിങ്ങളുടെ കൈയുടെ കീഴിലാകും അല്ലേ? യേശു പറഞ്ഞു, വിശ്വാസത്താൽ രോഗികളുടെ മേൽ കൈവെക്ക്, അവർക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ കൈ അതിൻ്റെ മുകളിൽ വരാൻ വേണ്ടിയാണ്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി അതിനെ തൊട്. നിങ്ങൾ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ചെന്ന് തൊടാൻ പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് അതിൻ്റെ മേൽ അധികാരമുണ്ട്. നിങ്ങൾ കൈ തൊട്ടാൽ മതി, രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. കർത്താവ് ഉറപ്പ് കൊടുക്കുക, ചെന്ന് തൊടുക. അത് ഇങ്ങോട്ട് അടിക്കത്തില്ല, നിന്റെ മേലുള്ള ശക്തി അങ്ങോട്ട് അടിക്കും, സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. യേശു തൊട്ടവരൊക്കെ സൗഖ്യമായി, യേശുവിനെ തൊട്ടവർ സൗഖ്യമായി. അതെ, നിങ്ങളെ മാറ്റുവാൻ, ആമേൻ, അടിമുടി മാറ്റുവാൻ ദൈവത്തിന് കഴിയും, യേശുക്രിസ്തുവിന് കഴിയും. ആമേൻ. ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. നിങ്ങൾ പ്രതീക്ഷകളുള്ളവരായി മാറും, സ്വപ്നങ്ങളുള്ളവരായി മാറും. ഒരുപാട് ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇതുവരെ രൂപാന്തരപ്പെടുകയില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ ദൈവം മാറ്റം വരുത്തും. ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു വിഷയമില്ല. സകലത്തിലും മാറ്റം വരുത്തുവാൻ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. അങ്ങനെയാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നത്. 20-ാം വാക്യം പറയുന്നത്, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് അവൻ രൂപാന്തരപ്പെടുത്തും. സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയിൽ അവൻ എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തും. യേശുക്രിസ്തു രൂപാന്തരം നൽകുന്ന ദൈവമാണ്. മനസ്സിന് രൂപാന്തരം നൽകും, ജീവിതത്തിന് രൂപാന്തരം നൽകും, ശരീരത്തിന് രൂപാന്തരം നൽകും, സകല വിഷയങ്ങൾക്കും രൂപാന്തരം തരും. ഹല്ലേലൂയ. ലൈഫ് ചേഞ്ചർ. ആമേൻ. യേശു സകലത്തിനും മാറ്റം വരുത്തുന്നവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടട്ടെ. മാറുകില്ലെന്ന് പറയുന്ന രോഗങ്ങൾ മാറട്ടെ, മാറത്തില്ലെന്ന് പറയുന്ന ശാപങ്ങൾ മാറട്ടെ, മാറത്തില്ലെന്ന് പറയുന്ന ആ കടഭാരവും ഞെരുക്കവും മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ കിടക്കുന്ന രോഗശക്തികൾ ഇപ്പോൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറുകില്ലെന്ന് വിധി എഴുതിയ റിപ്പോർട്ട് എഴുതിയിരിക്കുന്ന കർത്താവെ, ആ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. അങ്ങയുടെ കൈ തൊട്ടാൽ കർത്താവെ, അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കും. ഇപ്പോൾ ഞാൻ വിശ്വാസത്താൽ ആ രോഗികളെ സൗഖ്യമാകാനായി കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇത് കൽപ്പിക്കുമ്പോൾ അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, മാറുകില്ലെന്ന് പറയുന്ന ഞെരുക്കങ്ങളും കടഭാരങ്ങളും കർത്താവെ, ആ മേഖലയിൽ പോരാടി നിൽക്കുന്ന പൈശാചിക അവകാശങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ദൈവികമായ സ്വാതന്ത്ര്യം എൻ്റെ കർത്താവെ മക്കള് അനുഭവിക്കട്ടെ. കർത്താവെ, ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടുന്ന് രൂപാന്തരം വരുത്തും. വലിയ മാറ്റങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, സ്ഥിതികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു വിഷയത്തിനും നിങ്ങൾ അടിമകളല്ല. സകലത്തിനും പരിഹാരം വരുത്തുവാൻ യേശുവിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.